ഭാഗ്യവാരം. ഷമാജി, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വർക്കലയിൽ നിന്നും ജയന്തിയാണ്. ജയന്തി ചോദിച്ചിരിക്കുന്നത് മകന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. മകനിപ്പോൾ +2 പഠിക്കുന്നത്. പക്ഷെ 10ാം ക്ലാസ് വരെ വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ +2 പക്ഷെ ഇപ്പോൾ ഒട്ടും തന്നെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവന്റെ ഭാവി എന്താകും എന്നൊക്കെ ഉള്ള ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുന്നില്ല. അത് കുറച്ചുകൂടെ ഭേദപ്പെടാൻ എന്ത് ചെയ്യണം, ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് അവന്റെ കാര്യങ്ങൾ എന്നൊക്കെയാണ് ജയന്തി ചോദിച്ചിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നക്ഷത്രവും ഗ്രഹനിലയും സമൂഹത്തിൽ വളരെ വിവാദമായ ഒരു നക്ഷത്രവുമാണ് ചിത്തിരനാൾ. ചിത്തിര അപ്പൻ അത്തഹ മാന്തും, അപ്പനെ മാന്തും, അക്കുലമിടിയും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പഴഞ്ചൊല്ലി പതിരില്ല എന്നും പറയും. സത്യത്തിൽ ചിത്തിര നക്ഷത്രവും മാത്രം കൊണ്ട് അക്കുലം ഇടിയണമെന്നോ അച്ഛനെ അപകടപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അച്ഛൻ മരിക്കണമെന്നോ കുലം ഇടിയണമെന്നോ അത്ത ജനിച്ച തഹ മാന്തണമെന്നോ ഇല്ലെങ്കിലും കറുത്തപക്ഷത്തിലെ കന്നിക്കൂർ ചിത്തിര കന്നി ലഗ്നവും കൂടെ ഒത്തുവന്നാൽ അത്തഹയ്ക്കും ജനിച്ച വീടിനും ജനിപ്പിച്ച അച്ഛനും കുലത്തിനും ഭ്രഷ്ട്, ക്ഷീണം, അതുപോലെ തന്നെ തലമുറ നിന്ന് പോവുക, അന്യം നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ വിദ്യാകാരകൻ, വിദ്യാ മാതുല ഹാസ്യ കാരകനാണ് ബുധൻ എന്ന ഗ്രഹം. വിദ്യയുടെയും അമ്മാവൻ്റെയും ഹാസ്യത്തിൻ്റെയും പ്രത്യേക മനോധർമ്മത്തിൻ്റെയും വാക്ചാതുര്യത്തിൻ്റെയും കാരകസ്ഥാനം പ്രധാനമായി വഹിക്കുന്നത് ബുധൻ എന്ന ഗ്രഹമാണ്. ആ ഗ്രഹം 13 ഡിഗ്രിയിൽ സൂര്യഗ്രഹവുമായി അന്തരത്തിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിന് മൗഢ്യം സംഭവിക്കുന്നു. മൗഢ്യം സംഭവിക്കുന്ന ആ വ്യക്തി ആരായിരുന്നാലും, അതിപ്രത്യേകിച്ച് ചിത്തിര നക്ഷത്രവും കന്നിക്കൂറും കറുത്ത വാവ് ദിവസവും കൂടെ ആവുമ്പോൾ അതിന് ശക്തി, ബലം കൂടുന്നു. അച്ഛന് ദോഷവും കുലത്തിന് ദോഷവും ജനിച്ച കുടുംബത്തിന് വംശത്തിന് ദോഷവും പഠിക്കുന്നത് മാന്ദ്യവും പഠനവേളകളിൽ ശ്രദ്ധ തിരിയാനും അശുഭങ്ങളായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനും അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലും സുഹൃത്ത് വലയങ്ങളിലും ചെന്ന് ഒക്കെയുള്ള സാധ്യതകൾ ഏറെ. തുടക്കത്തിലെ ആണെങ്കിൽ ഈ വക കാര്യങ്ങൾക്കല്ല, രോഗമായിരുന്നാലും ദുർബുദ്ധിയായിരുന്നാലും മറ്റിതര സംസ്കാര ശൂന്യതകളായിരുന്നാലും തുടക്കത്തിൽ തന്നെ അതിനുള്ള അടിവേരറക്കുകയാണെങ്കിൽ കാഠിന്യങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കും. ആയതിനാൽ പേരും നക്ഷത്രവും വീട്ടുപേരും ചേർത്ത് മംഗളസൂക്തം എന്ന കർമ്മം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബുദ്ധി നേർവഴിക്ക് തിരിയുകയും ഉയർന്ന സ്കൂളിൽ, ഉയർന്ന അധ്യാപകരുടെ ഉയർന്ന ശിക്ഷണത്തിൽ, ഉയർന്ന ട്യൂഷനിൽ ഏർപ്പെടുത്തുകയും പഠനത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ ഉള്ള അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ വരുന്നതോടൊപ്പം ഈ പറഞ്ഞ പ്രതിവിധികളും കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. പേരും നക്ഷത്രവും ചേർത്ത് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇങ്ങനെ പഞ്ചഭൂത ശക്തികളാൽ ബുധഗ്രഹത്തെയും ചന്ദ്രഗ്രഹത്തെയും ശക്തിപ്പെടുത്തി മരതകം എന്ന രത്നം ധരിക്കുകയും സാരസ്വതഘൃതം സരസ്വതീ മന്ത്രം ജപിച്ച് മിനിമം 90 ദിവസം സേവിക്കുകയും വെളുപ്പാൻ കാലത്ത് എഴുന്നേൽക്കുകയും പഠിപ്പിക്കുകയും നല്ല ട്യൂഷൻ കൊടുക്കുകയൊക്കെ ചെയ്തു വന്നാൽ മേൽപ്പറയുന്ന പ്രതിവിധികളും കൂടെ ചെയ്യുക. അതിനുപയോഗിക്കുന്ന മന്ത്രങ്ങൾ ആപോഹിഷ്ടാമയോ ഭുവസ്ഥാന ഊർജേ ദദാഥ നമഹേരണായ ചക്ഷസേ
യോ വർശിവതമോരസ തസ്യ ഭാജയദേഹന ഉശതീരിവ മാതരാ തസ്മാത് അരംഗമാമവോ യസ്യ ക്ഷയായ ജിന്വഥ ആപോ ജനയഥാ ജന ശം നോ ദേവീയഭിഷ്ടയ ആപോ ഭവന്തു പീതയേ ശംയോരഭിസ്രവന്തു ന ഈശാനവാര്യാണാം ക്ഷയന്തി ചക്ഷണേനാം അപോ ആജാമി ഭേഷജം അപ്സും മേ സോമോ അബ്രവീദന്തവിശ്വാനി ഭേഷജം അഗ്നിഞ്ച വിശ്വസംഭുവം ആപപ്രണീതഭേഷജം വരൂഥം തന്വേ മമ ജോക്സസൂര്യം ദൃശേ ഇതമാപപ്രവഹത യൽക്കിഞ്ച ദുരിതമയി യദ്വാഹം അഭിദുദ്രോഹ യദ്വാശ്യേപ ഉദാനൃതം ആപോ അദ്യന്യചാരിഷം രസേന സമകസ്മഹി പയസ്വാ നഗ്ന ആഗഹി തമ്മാ സംസൃതവക്ഷസാം കയാനശ്ചിത്രഭൂവദൂതി സദാ വൃതസഖാ കയാശചിഷ്ടയാ വൃതാ സ്കത്വാ സത്യോ മദാനാം മംഹിഷ്ടോ മത് സദം ദസ ദൃഢാജിതാരിജേവസു അഭീഷണസഖീനാം അവിതാതിരിതൃണാം ശതം ഭവാസ്യുതിഭി ഏതോ നിദ്രസ്തവാമ ശുദ്ധം ശുദ്ധേന സാമ്ന ശുദ്ധൈരുദ്ധൈർവ വദ്വാംസം ശുദ്ധ ആശീർവാൻ നമത്തു ഇന്ദ്രശുദ്ധേന ആഗഹി ശുദ്ധശുദ്ധാവിരൂതിഭി ശുദ്ധോരൈനിധാരയാ ശുദ്ധോ മമത് സൗമ്യ. ഇപ്രകാരമുള്ള മംഗളസൂക്തം, അതായത് 45 മിനിറ്റ് നേരത്തോളം എടുക്കുന്നതാണ്. അതായത് പരിമിതി മൂലം നമുക്ക് കുറച്ച് ഇറുക്കുകളെ ചൊല്ലാൻ പറ്റുന്നുള്ളൂ. ഗുരു ഉപദേശത്തോടെയും സംസ്കൃത അഭ്യസനം, ശ്രീരാമദന്തം, മണിപ്രവാളം, ശുദ്ധരൂപം മുതലായതൊക്കെ പഠിച്ചതിന് ശേഷം ഇത് ഗുരു ഉപദേശത്തോടു കൂടി ഈ മന്ത്രവിന്യാസങ്ങൾ പഠിച്ചവർക്ക് ഈ മന്ത്രങ്ങൾ ഉപദേശിച്ചാൽ അതിൻ്റെ കൂടുതൽ ഫലപ്രാപ്തി വരികയുള്ളൂ. ഇവ ചെയ്തതിന് ശേഷം സാരസ്വത അരിഷ്ടമോ സാരസ്വത കൃതമോ സരസ്വതി മന്ത്രങ്ങളോ വിദ്യാരാജഗോപാല മന്ത്രങ്ങളോ അല്ലെങ്കിൽ ചന്ദ്രമന്ത്രങ്ങളോ ബുധമന്ത്രങ്ങളോ കൊണ്ട് ജപിച്ച് സിദ്ധിയാക്കി ഓരോ സ്പൂൺ വീതം കഴിവതും സസ്യാഹാരാദികളൊക്കെ കഴിക്കുക. പ്രഭാതത്തിൽ വെറും വയറ്റിൽ സേവിച്ച് വരികയും ചെയ്താൽ ബുദ്ധികൂർമ്മതയും ധാരണാശക്തിയും മേധാശക്തിയും മറഞ്ഞു നിൽക്കുന്ന ബുധൻ നിറഞ്ഞ വിദ്യകൾ കൊടുക്കുമെന്നാണ്. പലവിധ വിദ്യകൾ അഭ്യസിക്കാനുള്ള ഭാഗ്യങ്ങൾ ഒക്കെ ലഭിക്കുകയും ചെയ്യും. ഇപ്രകാരം തുടക്കത്തിലെ തന്നെ ചെയ്താൽ മാറ്റിയെടുത്ത് നല്ല പഠിത്തവും ഉത്സാഹവും മഹത്വസന്നതയും ധാരണാശക്തിയും ക്രാന്തദർശിയും ആയി മാറ്റാവുന്നതാണ്. ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്യുക. നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ